ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വിസ്മയ കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഈസി സ്നാക്കാട്ടോ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ റെസിപ്പി നമ്മൾ തയ്യാറാക്കാനായിട്ട് 3 ബ്രെഡാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പഴം കൂടി യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 പഴമാണ് എടുക്കുന്നത്. ഈ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പഴം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ റോബസ്റ്റ പഴമാണ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് റോബസ്റ്റ പഴമില്ലെങ്കിൽ സാധാരണ ചെറുപഴം എടുക്കാം. ഇപ്പോൾ ചെറുപഴം ഇല്ല, നേന്ത്രപ്പഴം ആണെങ്കിൽ നല്ല പഴുത്തിട്ട് തോലൊക്കെ കറുത്തിരിക്കുന്ന പഴം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പഴമാണെങ്കിൽ ആ പഴവും ഇതിനായിട്ട് യൂസ് ആക്കാം. അതാകുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. പഴം ഇങ്ങനെ ഉടച്ചെടുത്താൽ മാത്രം മതി, മിക്സിയിലിട്ടൊന്നും അടിക്കരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസായി പോകും. ഇങ്ങനെ ഉടച്ചിട്ടാണ് നമുക്ക് ഈ റെസിപ്പിയിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പഴം ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ അത് ഞാൻ പഴം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി മധുരത്തിനായിട്ട്. അപ്പോൾ പഴത്തിൻ്റെ മധുരം ഉണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കറക്റ്റ് പാകമാണ്. മധുരവും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇപ്പം നിങ്ങളുടെ അടുത്ത് വെറും പഞ്ചസാര ചേർക്കുന്നതിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ പാൽപ്പൊടിയും അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ വെറും പഞ്ചസാര മാത്രം ചേർത്തിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ നന്നായി മിക്സാക്കി ഇവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഈ റെസിപ്പിയിൽ ഞാൻ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, മിൽക്ക് മെയ്ഡാണ് അതിന് പകരം ഉപയോഗിക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര യൂസ് ആക്കിക്കോ കേട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മിൽക്ക് മെയ്ഡ് ഒന്ന് ഈ പാലിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. മധുരമൊക്കെ കറക്റ്റ് പാകമാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലോർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. നമ്മൾ 1 കപ്പ് പാല് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് അല്ല 1 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഈ കസ്റ്റേർഡ് പൗഡറും കോൺഫ്ലോറും കയ്യിലില്ലെങ്കിൽ 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ സമയത്ത് ഏതെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി. ഇനി ഞാൻ ഇത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ആ കസ്റ്റേർഡ് പൗഡർ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറുകുള്ളൂ, ഒരുപാട് അങ്ങോട്ട് കുറുകൊന്നുമില്ല കേട്ടോ. നമുക്ക് ചെറിയൊരു കുറുക്കം മതി. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കുറുകി വന്ന സമയത്ത് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഏത് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ കട്ട പിടിക്കാതെ നോക്കണം കേട്ടോ. എന്നിട്ട് ഏത് ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇവിടെ അത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബദാം മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കളറും കിട്ടും, ഒരു ടേസ്റ്റ് വേണം. അതിന് വേണ്ടി ഒരു 2 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതിയാകും. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് യൂസ് ആക്കാം. എന്താ പറയുക, ഇതിന് പകരം നിങ്ങൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ആണ് ഈ റെസിപ്പിക്ക് വേണ്ടത്. അപ്പോൾ പശു നെയ്യൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ അത് ഇല്ലെങ്കിൽ ഡാൽഡ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡാൽഡയൊക്കെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഉള്ളത് പശു നെയ്യാണെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ നമ്മൾ പഴം മിക്സ് ചെയ്ത് വെച്ചത് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്തൊരു ബ്രെഡ് വെക്കുക, അതിൻ്റെ മുകൾക്കും ഇതുപോലെ പഴം വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 ലെയറായിട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 5 ലെയറൊക്കെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഹൈറ്റിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകാനും മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ 3 ലെയറിൽ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ലെയർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടി നമ്മുടെ കസ്റ്റേർഡ് കാച്ചി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് ഒരുപാട് കുതിർന്ന് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഒരു 1/2 കപ്പിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ അത്രയും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഇനി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, മറന്നു പോകരുത്. ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിടരുത്, ഏറ്റവും ലോയിൽ തന്നെ വെച്ച് ചെയ്താൽ മതി. അപ്പോഴേ ഉള്ളൂ ഇത് കറക്റ്റ് ആവുകയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെയൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക, സൈഡിലേക്കും എല്ലാം ഇങ്ങനെ ആക്കി കൊടുക്കുക.
എന്നിട്ട് ഇത് നമ്മളൊന്ന് ആയി വരുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് വറ്റി ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. കണ്ടോ, അതിങ്ങനെ കുറുകി ഇങ്ങനെ ഒന്ന് വറ്റി വരും. ആ സമയത്ത് നമുക്ക് കുറച്ച് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം, സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ബ്രെഡും പഴവും പാലും ഒക്കെ കയ്യിലുള്ളപ്പോൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം റെഡിയാക്കി നോക്കണം കേട്ടോ. റെഡിയാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് 4 സൈഡും വേണമെങ്കിൽ അങ്ങനെയും ഇതെല്ലാവരുടെയും ഇങ്ങനെ ഒന്ന് മൊരിപ്പിച്ച് എടുക്കാം. ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ മാത്രമേ ചേർക്കാവുള്ളൂ. കസ്റ്റേർഡ് ആണെങ്കിലും നിങ്ങളിപ്പോൾ മൈദയാണ് ചേർക്കുന്നതെങ്കിലും അതുപോലെ കോൺഫ്ലവർ ആണ് ചേർക്കുന്നതെങ്കിലും കൂടുതൽ ചേർക്കരുത്. 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാവരുടെയും ഇതേപോലെ ഒന്ന് ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് 4 സൈഡും ഇതുപോലെ ഒന്ന് മൊരിപ്പിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഈ 2 സൈഡ് മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, നല്ല സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ബ്രെഡും ഇതുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഇപ്പോൾ ഇതൊരു ഗസ്റ്റ് വരുമ്പോൾ പോലും നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം. നല്ല വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ പഴത്തിനിൽ ചേർത്ത ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് തേങ്ങയൊക്കെ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നട്ട്സൊക്കെ വേണമെങ്കിൽ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അതിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് എടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, നല്ല വെയിറ്റും ഉണ്ടാകും. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സൈഡൊക്കെ നന്നായി കസ്റ്റേർഡ് കോട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റാണ്. ഉള്ളിൽ പഴത്തിൻ്റെ മിക്സ് ഉള്ളതുകൊണ്ട് ഒരുപാട് കസ്റ്റേർഡിൻ്റെ ഇത് ഞാൻ ഒഴിക്കാഞ്ഞത്. നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കാം. ഞാൻ ഈ 1 കപ്പിൻ്റെ അളവിൽ കസ്റ്റേർഡ് മിക്സ് തയ്യാറാക്കിയപ്പോൾ 2 പ്രാവശ്യം തയ്യാറാക്കാനുണ്ട് കേട്ടോ. ഈ 6 ബ്രെഡിനുള്ളതുണ്ടാവും. അപ്പോൾ അതാണ് ആദ്യത്തെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. രണ്ടാമത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് 1 റോബസ്റ്റ പഴമാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇതിന് പകരം പഴം ഏതായാലും കുഴപ്പമില്ല. നേന്ത്രപ്പഴവും എടുക്കാം, സാധാ ചെറുപഴവും എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. നേന്ത്രപ്പഴമാണെങ്കിൽ പകുതി എടുത്താൽ മതി. റോബസ്റ്റ പഴമാണെങ്കിൽ 1 എടുക്കുക, ചെറുപഴമാണെങ്കിൽ 2 എടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട കൂടെ ചേർത്തിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏലക്കയുടെ പൊടി ഇല്ലെങ്കിൽ ഏലക്ക ഒന്ന് ചതക്കി ചേർത്ത് കൊടുത്താലും മതി. 1 ഏലക്കയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അതേ 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ 1 ഏലക്ക പൊടി ഇല്ലെങ്കിൽ 1 ഏലക്ക ചതക്കിയാൽ മതി കേട്ടോ, ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 3 പീസ് ബ്രെഡാണ് എടുക്കുന്നത്. ഇതുകൊണ്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പിച്ച് കീറി ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പൊടിച്ച് ചേർത്ത് കൊടുത്താൽ എളുപ്പമാണ്, സിമ്പിളായിട്ട് നമുക്കിത് കുഴച്ച് മിക്സാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ പിച്ച് കീറി ഇടുമ്പോൾ കുറച്ച് മിക്സിങ് പരിപാടി കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദ വേണ്ടെങ്കിൽ പകരം ഗോതമ്പ് പൊടി യൂസ് ആക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. 1.5 ടീസ്പൂൺ പഞ്ചസാര കറക്റ്റ് പാകമാണ്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇനി ഇതെല്ലാം പാടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് വല്ലാണ്ട് അങ്ങോട്ട് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും. വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇതിലേക്ക് വീണ്ടും മൈദ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മൈദ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ മൈദ ചേർത്തതിന് പകരം നിങ്ങൾക്ക് മൈദയും ഗോതമ്പ് പൊടിയും ഒന്നും വേണ്ടെങ്കിൽ ബ്രെഡ് തന്നെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പിച്ച് കീറിയിട്ട ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ ഒരല്പം ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര പോരാ, നമുക്കിതിലേക്ക് ഒരല്പം മൈദ കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ടാക്കിയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. എന്താ 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി കുഴച്ച് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ലേശം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ എണ്ണയിലൊന്നും അല്ല പൊരിച്ചെടുക്കുന്നത്, ഒരുപാട് എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുന്നതല്ല കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. മൊത്തം 2.25 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്രെഡ് മതിയെങ്കിൽ ഒരു 3 ബ്രെഡ് കൂടെ വീണ്ടും ചേർത്ത് കൊടുത്താലും മതിയാകും, കറക്റ്റായി കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇതാ കൈയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കവറിൽ ഓയിൽ അങ്ങനെ ഒഴിച്ചതുകൊണ്ട് ഒരല്പം കൂടി പോയിട്ടുണ്ട്. ഇത്ര ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ കുപ്പിയിൽ നിന്നൊക്കെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചാൽ മതി. കയ്യിലൊരല്പം എണ്ണയാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള വലുപ്പത്തിലെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഞാൻ ഈ പാനിൽ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് പരത്തിയെടുക്കുന്നത്. കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കൈയുടെ ഉള്ളം കൈയിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് കൈയുടെ ഉള്ളം കൈയിലിട്ടിട്ട് പരത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാക്കും. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഓയിൽ അധികമായി പോയിട്ടുണ്ട് ഒഴിച്ചപ്പോൾ. അത് നമ്മൾ പാക്കറ്റ് ഓയിൽ ഫുള്ളായിട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടിപ്പോയതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് നമുക്കിതുപോലെ എല്ലാതും ഒന്ന് പരത്തി കൊടുക്കാം. ഈ 2 റെസിപ്പിയിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായതെന്നുള്ളത് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നോളൂ കേട്ടോ. ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഒരു ലൈക്ക് തരുമോ ചോദിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം. ഒരു ഭാഗമാവുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് എന്ന് പരത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, ബ്രെഡൊക്കെ ഉള്ളതുകൊണ്ട്. ഒരല്പം കറുത്ത എള്ള് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതിലങ്ങോട്ട് അമർന്നിരിക്കും. എന്നിട്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങളിതിന് ഈ ഒരു കൂട്ടുണ്ടാക്കുമ്പോൾ തന്നെ എള്ളൊക്കെ വേണമെങ്കിൽ ചേർത്തിട്ട് അങ്ങനെയും റെഡിയാക്കാം കേട്ടോ. ഇപ്പം ചേർത്തത് കൊണ്ട് കുറച്ചൊക്കെ എള്ള് അതിലിരിക്കും, ബാക്കിയൊക്കെ പാനിലേക്ക് പോകുകയും ചെയ്യും. ഒരു ഭാഗം ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ആ ഭാഗം കൂടിയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. പിന്നെ അതേ മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ചൂട് ചായക്കൊപ്പൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയി എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.